കേരള ജനത അല്ലെങ്കിൽ ഇന്ത്യൻ ജനത ഈ ചങ്ങായി അത് നിഘണ്ടുവാണ്. ഇതിൻ്റെ പേരിപ്പം പറയാം. സി പി എമ്മെന്ന് ഇപ്പോൾ മുൻ സി പി എം നേതാവ് സുധാകരൻ സാറിനോടൊരു കാര്യം പറയുക. പിന്നെ പിണറായി ധർമ്മടത്തുനിന്ന് എവിടുന്നാന്ന് പിണറായി എന്നാണ് എന്താന്ന് കുറേ ആളെ കൊലക്കൊടുത്തിട്ട് സി എം ആയിട്ടില്ലേ, ഒരു പുഷ്പൻ സാറ് കെട്ടി കമ്പ്യൂട്ടറിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്തതരോ ആ നാട്ടുകാർ മരിക്കേണ്ട വന്നിട്ടേ. അയാളോട് ഒരു കാര്യം പറയാം, ഇപ്പം നിങ്ങൾ മന്ത്രിമാരല്ല, ഇപ്പം നിങ്ങൾ മന്ത്രിമാരല്ല. അതുകൊണ്ട് ചങ്കൂറ്റത്തോടൊരു കാര്യം പറയാം. കാരണം ഇന്ന് പഴയ ഒരു അതോറിറ്റിയിലെ ഒരു മനുഷ്യൻ പാകിസ്ഥാനിൽ നിന്ന് പറഞ്ഞത്, അമേരിക്ക പാകിസ്ഥാനെ ആക്രമിച്ചാൽ അവരുടെ മിസൈൽ അമേരിക്കയിൽ എത്തിയില്ലെങ്കിലും ഡൽഹിയിലും ബോംബെയിലും എത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ ചെറ്റകളെ, ഇനി ചെറ്റൻ്റെ അർത്ഥം പറയാം. ചെറ്റകളെ പൊട്ടന്മാരെ മൊണ്ണന്മാരെ നമ്മളെ വിഡ്ഢികളാക്കല്ല. അപ്പോൾ ഇതിൽ എഴുതിയത് മുൻ ജി സുധാകരൻ CPM, കാരണം ഇംഗ്ലീഷ് മലയാളം വേഗം വായിക്കാൻ കഴിയും. എന്നിട്ട് എഴുതിയതിന് 18 വയസ്സ് വരെ ചെറ്റപ്പൊരയിലായിരുന്നു. ഇനി ഇന്ത്യൻ സിറ്റിസൺ ഒരു കാര്യം റിവീൽ ചെയ്യാം. മാട്ടൂലിൻ്റെ മണ്ണിൽ അറക്കൽ രാജാവ് വരുമ്പോൾ ആ അറക്കൽ രാജാവിൻ്റെ ഒരു ബംഗ്ലാവ് ഉണ്ടായിന് പരമ്പരയുടെ. അപ്പോൾ ആ പരമ്പരയിൽ ജന്മിമാരുണ്ടായിന്. ആ പരമ്പരയിൽ മാട്ടൂൽ കുറച്ച് ജന്മിമാരുണ്ടായിന്. ആ ജന്മിമാരിൽ ഒന്നിൻ്റെ പേരാണ് ചള്ളക്കര ഇബ്രാഹിം കുട്ടി. ചള്ളക്കര ഇബ്രാഹിം കുട്ടീൻ്റെ മോനാണ് ഈ ഇന്ത്യൻ സിറ്റിസൺ. നിങ്ങൾക്ക് അന്വേഷിച്ചിട്ട് കൊല്ലയോ പിടിക്കുകയോ നിങ്ങൾക്ക് അകന്നല്ല പണി. രാഷ്ട്രീയക്കാർക്കും മറ്റേ നേതാക്കന്മാർക്കും മറ്റേ മുസ്ലിം നേതാമാർ പൊളിറ്റീഷ്യനായാലും ശരി റിലീജിയനായാലും ശരി നല്ല ആൾക്കാരെ കൊന്നിട്ട് കുഴിച്ചു മൂടിയാൽ നാളാണ്. അപ്പോൾ ചങ്കുറ്റത്തോടെ കാര്യം പറയാം. ചെറ്റ എന്ന് പറഞ്ഞാൽ ചെറ്റപ്പൊരൻ്റെ ആയാലും ചെറ്റപ്പൊര അല്ലാത്ത പൊരയല്ലായാലും ആ സമയത്ത് മതിലുണ്ടാക്കുന്നത് ഓല മുടഞ്ഞിട്ടാണ്. ആ ഓല മുടഞ്ഞിട്ട് ചില ആൾ വീടെടുത്തിട്ട് മരം ഇട്ടിട്ട് ഓല മുടയും കല്ലിന്, ചില ആൾ മണ്ണ് കൊണ്ട് കെട്ടിയിട്ട് ഉണ്ടാക്കും. പക്ഷേ പണ്ടേ കപട സ്നേഹിയും കപട വിശ്വാസിയും ചോരയുടെ ആക്രമണത്തിൻ്റെ നാമധാരികൾ താമസിച്ചത് നിങ്ങളെ ജീവിതം ഈ ത്രിമൂർത്തികൾ അങ്ങനെ ആക്കിയതാണ്. എന്നിട്ട് നിങ്ങൾക്ക് ഈ നാട് തന്നപ്പോൾ നിങ്ങൾ അഹങ്കരിച്ചതാണ്. പക്ഷേ ഈ നിങ്ങൾ വിചാരിക്കുന്നില്ല ഇതേ മണ്ണിൽ മറ്റുള്ള മനുഷ്യന്മാർ ജനിക്കുമെന്ന്. അപ്പോൾ ചള്ളക്കര ഇബ്രാഹിം കുട്ടിൻ്റെ മോനിക്ക് ആ ചോരയും ഈ കേരള മണ്ണിൻ്റെയാണ്. അപ്പോൾ ഇന്ത്യൻ സിറ്റിസൻ്റെ പൊര കല്ലിൻ്റെതായിരുന്നു, ഓടിൻ്റെതായിരുന്നു. ഒരു ചെറിയ ഓർമ്മയാണ്. അന്നേരം ചെറ്റക്കുടിയിലെ ആൾക്കാരും ഇന്ത്യൻ സിറ്റിസൺ കണ്ടിന്. അതുകൊണ്ട് ചെറ്റൻ്റെ അർത്ഥം നിഘണ്ടുവിൽ പറഞ്ഞ സാധനമൊന്നല്ല. സൊമാറ്റോല്ല മള്ളിൽ നിന്ന് ഇന്ത്യൻ സിറ്റിസൺ വീട്ടിൽ പോടാ.